ഹായ് ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വിൻഡോസ് 11 ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിൻഡോസ് 11 അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഉള്ളത് വിൻഡോസ് 10 ആണ്. അപ്പോൾ വിൻഡോസ് 11 ആക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പരമാവധി വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ക്രോമോ അങ്ങനെ എന്തെങ്കിലും ഇതെടുക്കുക. അപ്പോൾ ക്രോമോ ഞാൻ എടുക്കണം. അപ്പോൾ വിൻഡോസ് തന്നെ ഒരു ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ലിങ്ക് തന്നെ ഇതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ വിൻഡോസ് 11 ഇൻസ്റ്റാളിങ് അസിസ്റ്റിംഗ് എന്നുള്ളത് നൽകി കഴിഞ്ഞാൽ നിങ്ങൾ വിൻഡോസ് 10 പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ക്രിയേറ്റ് വിൻഡോസ് 11 ഇൻസ്റ്റാളിങ് മീഡിയ എന്നുള്ളതാണ്. അപ്പോൾ ഇത് USB ഡിസ്ക് വെച്ച് നിങ്ങൾക്ക് ബൂട്ടബിൾ ആക്കിയിട്ട് ആ വഴി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആക്കാൻ പറ്റും. അപ്പോൾ അതുപോലെയും ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ISO ഫയൽ കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യുന്നത് എങ്ങനെ കാണിച്ചു തരാം. വിൻഡോസ് 11 എന്നുള്ളത് നോക്കി കൊടുക്കാം. അതിന് ഇത് കറങ്ങി വരുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഇംഗ്ലീഷിൻ്റെ നിൽക്കുക ആണ് ഡൗൺലോഡ് ചെയ്ത് കിട്ടുക. അതൊരു തവണ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഫയല്. നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മൗണ്ട് അപ്പോൾ ഈ ഫയല് കൊണ്ടുവന്ന് നിങ്ങൾ സീലിൻ്റെ ഫയല് കൊണ്ടിട്ടാ. അപ്പോൾ ഇതാണ് ഞാൻ സേവ്. ഇത് ഓക്കടക്കാം. സ്റ്റാള് വിൻഡോസ് 11 എന്നുണ്ടാവും. അത് നെക്സ്റ്റ് കൊടുക്കുക. അപ്പം എൻ്റെ എങ്ങനെ എന്നെ അറിയപ്പെടുത്തില്ല. വിൻഡോസിൻ്റെ USB അത് കുത്തിയിട്ട് ഇത് ചെയ്യാം. അതിൻ്റെ ആപ്പ് കാണിച്ചു. അപ്പോൾ ഗൈസ്, ഇതാണ് ആപ്പ്. ഈ ആപ്പ് ഓണാക്കിയിട്ട് ഇതിനകത്തുനിന്നാണ് പെൻഡ്രൈവിൽ കുത്തിയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചത്. ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങൾ PC ഹെൽത്ത് നോക്കേണ്ടി വരുന്നുണ്ടാവും. വിൻഡോസ് 11 ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വിൻഡോ 10 പെർഫെക്റ്റ് ആണെങ്കിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ നിങ്ങൾ പെൻഡ്രൈവ് ഡിസ്ക് എന്തെങ്കിലും അത് ബൂട്ടബിൾ ആക്കിയിട്ട് കുത്തിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. വിൻഡോസ് 11 ആക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.